മോദി റോസ്റ്റും രാഹുൽ ബൂസ്റ്റുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ. യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു ജൻസി നേതാവിന്റെ പ്രൊഫൈലിൽ ഫിറ്റ് ചെയ്യുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമായി ജനങ്ങളെ സ്വാധീനിക്കാനുള്ള ഒരു കരിസ്മ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ നരേന്ദ്രമോദിജിയുടെ റോസ്റ്റും രാഹുൽ ഗാന്ധിയുടെ ബൂസ്റ്റുമാണ്. പറയുന്ന ഒരു 98% കാര്യങ്ങളോട് ഞാൻ യോജിക്കുകയാണ്. യോജിക്കാത്ത രണ്ട് കാര്യങ്ങളുണ്ട്. അത് അദ്ദേഹത്തിന്റെ വീഡിയോയിലൂടെ നമുക്ക് പോകുമ്പോൾ ഞാൻ പറയുകയും ചെയ്യാം. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് വളരെ പ്രസക്തമായ കാര്യങ്ങളാണ്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാർ നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. വേണ്ട രീതിയിൽ രാഹുൽ ആ കാര്യം ഹൈലൈറ്റ് ചെയ്യപ്പെട്ടോ എന്ന് സംശയമാണ്. പക്ഷെ കൃത്യമായിട്ട് അത് ഹൈലൈറ്റ് ചെയ്യാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പോരാളിയെ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ, അദ്ദേഹത്തിന് കോൺഗ്രസിൽ അകത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും പുള്ളി എന്നും കോൺഗ്രസ്സുകാരനാണ്, അതുകൊണ്ട് സംശയമില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അത് കാണാം. രാഹുലിനോട് 98% കാര്യങ്ങളിൽ യോജിക്കുന്നുണ്ട്. വിയോജിപ്പുള്ള രണ്ട് കാര്യങ്ങൾ അവിടെ എത്തുമ്പോൾ പറയുകയും ചെയ്യും. താങ്ക് യു ഫ്രണ്ട്സ്. ഏത് ഫ്രണ്ട്സ് ആണെന്നല്ലേ? നരേന്ദ്രമോദിയുടെ ഫ്രണ്ട്സ് അല്ല, രാജ്യത്തിന്റെ ഫ്രണ്ട്സ്. തനിക്കെതിരെ എത്ര വലിയ ജനാധിപത്യപരമായ ന്യായമായ സമരം ഉണ്ടായാലും അതിനൊന്നും മൈൻഡ് ചെയ്യാതെ ഒരു ഏകാധിപതിയായി താൻ മുന്നോട്ട് പോകുമെന്ന അഹങ്കാരത്തിന്, ധാർഷ്ട്യത്തിന്, ധിക്കാരത്തിന് തിരിച്ചടി കൊടുത്തത് ഈ രാജ്യത്തെ ചെറുപ്പക്കാരായ വിദ്യാർത്ഥികളാണ്. ഒഡീഷയിൽ എപ്പോഴോ നേടിയ ഒരു വിജയത്തിന്റെ പേരിൽ തന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന വിദ്യാഭ്യാസ മന്ത്രിയാക്കി തുടർച്ചയായി ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായിട്ടും സംരക്ഷിച്ചു നിർത്തിയ നരേന്ദ്രമോദിയാണ് ഇപ്പോൾ തോറ്റുപോയിരിക്കുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച ഈ നിമിഷം അത് ഈ രാജ്യത്തെ വിദ്യാർത്ഥികളുടെ സമരത്തിന്റെ വിജയമാണ്. മിസ്റ്റർ മോദി, ഈ രാജ്യത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ തോറ്റുപോയിട്ടുണ്ട്. ഈ രാജ്യത്ത് രാഷ്ട്രീയ നേതാക്കന്മാർ തോറ്റുപോയിട്ടുണ്ട്. പക്ഷേ ന്യായമായി നടത്തിയ ഒരൊറ്റ സമരം പോലും തോറ്റുപോയ ചരിത്രമില്ലാത്ത രാജ്യമാണ് ഇന്ത്യ മഹാരാജ്യം. ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് സമരം ചെയ്ത് വിജയിച്ച ഞങ്ങൾക്ക് ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിയ നിങ്ങൾക്കെതിരായിട്ട് വലിയ പ്രയാസമൊന്നുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സമരം ചെയ്ത ആളുകളെ നിങ്ങൾക്ക് ചൈനീസ് ചാരന്മാരെന്ന് വിളിക്കാം, പാകിസ്ഥാന്റെ ഒറ്റുകാരെന്ന് വിളിക്കാം, അമേരിക്കയുടെ പണം പറ്റുന്നവരെന്ന് വിളിക്കാം, രാജ്യദ്രോഹികളെന്ന് വിളിക്കാം, തീവ്രവാദികളെന്ന് വിളിക്കാം. അവരെ പാറ്റകളാക്കാം, പഴുതാരകളാക്കാം, പല്ലികളാക്കാം. പക്ഷെ ഈ രാജ്യത്തിന്റെ പിന്തുണ ആ വിദ്യാർത്ഥികൾക്കൊപ്പമാണ്. ചോദ്യപേപ്പർ ചോർച്ചയുടെ പേരിൽ മുദ്രാവാക്യങ്ങളുമായി ജന്തർ മന്ദറിലേക്ക്, ഈ രാജ്യത്തിന്റെ പാർലമെന്റിലേക്കും ഒക്കെ കടന്നു വന്ന വിദ്യാർത്ഥികൾ, അവർക്ക് നേരെ ഏറ്റവും ക്രൂരമായ ലാത്തി ചാർജ് ഉണ്ടാകുമ്പോൾ, അവർക്ക് നേരെ നിങ്ങൾ ജലപീരങ്കി പ്രയോഗിക്കുമ്പോൾ, അവർക്ക് നേരെ നിങ്ങൾ റബ്ബർ പല്ലറ്റുകൾ വിക്ഷേപിക്കുമ്പോൾ, അവർക്ക് നേരെ നിങ്ങൾ ഗ്രനേഡുകൾ ഉതിർക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ ഐക്യത, ഈ രാജ്യത്തിന്റെ പിന്തുണ അവർക്കുണ്ടാകുന്നത്. നിങ്ങൾ ഡിയർ ഫ്രണ്ട്സ് എന്ന് വിളിച്ചാൽ ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യന്മാരും കമന്റുകളിലൂടെ വന്ന് നിങ്ങളെ ഊക്കിപ്പോകുന്നത് ഈ രാജ്യത്തിന്റെ പിന്തുണ കൊണ്ട് തന്നെയാണ്. അവർ വിളിക്കുന്ന മുദ്രാവാക്യത്തിന് ഏറ്റവും ന്യായത്തിന്റെ ശബ്ദമുള്ളത് കൊണ്ടാണ്. ഒരുപക്ഷെ ഉറക്കമുളച്ച് പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായതിനു ശേഷം ചോദ്യപേപ്പർ ചോർന്നു എന്നതിന്റെ പേരിൽ പരീക്ഷ വീണ്ടും നടത്തണമെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന വിദ്യാർത്ഥികളുടെ സമ്മർദ്ദം നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല. ഗുജറാത്തിലെ ചോര കണ്ടു മറന്ന നിങ്ങൾക്ക് ഈ രാജ്യത്ത് ചോദ്യപേപ്പർ ചോർച്ചയുടെ പേരിൽ ആത്മഹത്യ ചെയ്ത് 22 ചെറുപ്പക്കാരുടെ വേദന എന്താണെന്ന് മനസ്സിലാകണമെന്നില്ല. അവരുടെ മാതാപിതാക്കളുടെ ആശങ്ക എന്താണെന്ന് മനസ്സിലാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. പക്ഷേ ഈ രാജ്യത്തിന് അതെല്ലാം മനസ്സിലാകും. വിദ്യാഭ്യാസം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ, വിദ്യാഭ്യാസ യോഗ്യത എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന അങ്ങേക്ക്, താങ്കൾ പഠിച്ച കോഴ്സ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഏതാണെന്ന് അറിയാത്ത, പഠിപ്പിച്ച അധ്യാപകർ ആരൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ ആരൊക്കെയാണെന്ന് അറിയാത്ത, പഠിച്ച യൂണിവേഴ്സിറ്റി ഏതാണെന്ന് ചോദിക്കുമ്പോൾ അതേതാണെന്ന് പോലും അറിയാത്ത അങ്ങേക്ക് ചോദ്യപേപ്പർ ചോർച്ച പോലെയുള്ള വലിയ വലിയ കാര്യങ്ങൾ പറയുമ്പോൾ മോദിജിക്ക് ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഉണ്ടെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അത്തരം വിവാദങ്ങളിലേക്ക് നമ്മൾ കിടക്കേണ്ട കാര്യമില്ല. പക്ഷെ ലാർജർ പോയിന്റ് നമ്മുടെ സ്റ്റുഡൻസിന്റെ വേദനയാണ്. അങ്ങനെയാണ് വരില്ല. ചോദ്യപേപ്പർ ചോർച്ചയുടെ പേരിൽ നടത്തുന്ന അഴിമതികളെ പറ്റി നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയുമെന്ന് വരില്ല. പക്ഷേ ഈ രാജ്യത്തിന് അത് തിരിച്ചറിയുവാൻ കഴിയുന്നത് കൊണ്ടാണ് ആ കുട്ടികളുമായി ഒരു ബന്ധവുമില്ലാത്ത മനുഷ്യർ പോലും അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുത്തത്. ആ കുട്ടികളുമായി ഒരു ബന്ധവുമില്ലാത്ത മനുഷ്യർ പോലും നിങ്ങളുടെ മാധ്യമ വായ്ത്താളങ്ങൾക്കിടയിലൂടെ, നിങ്ങളുടെ മാധ്യമ പുകഴ്ത്തലുകൾക്കും വിമർശനങ്ങളെയും ഒന്നും മൈൻഡ് ചെയ്യാതെ കടന്നുപോയത്. നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുവാൻ സൂപ്പർ സ്റ്റാറുകളുടെ വലിയ താരനിര ഉണ്ടായേക്കാം. പക്ഷെ ഇവർക്ക് വേണ്ടി സംസാരിക്കുവാൻ നിലപാടുള്ള ഒരുപാട് മനുഷ്യന്മാരുണ്ട്. ഈ സമരം ഇങ്ങനെ വിജയിച്ചു നിൽക്കുമ്പോൾ ഒരിക്കലും മറന്നുപോകുവാൻ കഴിയില്ലാത്ത ഒരു മനുഷ്യന്റെ പേരുണ്ട്. നിങ്ങൾ നിരന്തരമായി ആക്രമിക്കുന്ന, നിങ്ങൾ നിരന്തരമായി ആക്ഷേപിക്കുന്ന, നിങ്ങൾ നിരന്തരമായി വിമർശിക്കുന്ന, പക്ഷെ ഈ രാജ്യത്തിന് എപ്പോഴൊക്കെ മുദ്രാവാക്യവുമായി തെരുവിലേക്ക് ഇറങ്ങുന്ന രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന്റെ ശബ്ദം, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന്റെ മുഖം, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന്റെ രൂപം, അദ്ദേഹത്തിന്റെ സമരം,
വിദ്യാർത്ഥികൾ ജന്തർ മന്ദറിലെ ഏറ്റവും ക്രൂരമായ അക്രമം നേരിടുമ്പോൾ ആ രാത്രിയിൽ തന്നെ സമരത്തിന് പിന്തുണയുമായി കടന്നു വന്ന രാഹുൽ ഗാന്ധിയുടെ ആ നിമിഷം മുതൽ നല്ല ഇന്റർവെൻഷൻ ഗിയറിലേക്ക് പോവുകയും ടോപ്പ് ഗിയറിലേക്ക് പോയി. അതാണ് അവിടെ വെച്ച് ഈ രാജ്യം എഴുതിയിട്ടതാണ് ഈ സമരം തോൽക്കുവാൻ പാടില്ല. ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുമ്പോൾ അത് രാഹുൽ ഗാന്ധിയുടെയും ഈ രാജ്യത്തെ വിദ്യാർത്ഥികളുടെയും ഏറ്റവും വലിയ സമരത്തിന്റെ വിജയമാണ്. ആ സമരത്തിന് എല്ലാവിധമായ ഹൃദയാഭിവാദ്യങ്ങളും ഒരിക്കൽ കൂടി പറയുന്നു. നരേന്ദ്രമോദി, നിങ്ങളുടെ കൗണ്ട് ഡൗൺ ആരംഭിച്ചിരിക്കുകയാണ്. ഈ രാജ്യത്ത് നിങ്ങൾ കെട്ടിപ്പൊക്കിയ കോട്ടകൊത്തളങ്ങൾ, ഫാഷിസ്റ്റ് കോട്ടകൾ, അതൊന്നൊന്നായി തരിപ്പണമാകുവാൻ പോവുകയാണ്. അത് തകർക്കുവാൻ പോകുന്നത് നിങ്ങൾ പാറ്റകളെന്നും പഴുതാരകളെന്നും പല്ലികളെന്നും വിളിക്കുന്ന നിങ്ങളുടെ നേതാക്കൾ, ഇത്തിരി പോന്ന പിള്ളേരെന്ന് വിളിക്കുന്ന ആ കുട്ടികൾ തന്നെ വന്ന് നിങ്ങളുടെ സിംഹാസനത്തെ തകർത്ത് തരിപ്പണമാക്കി നിങ്ങളെ താഴെ ഇറക്കും. അപ്പോൾ ഈ സമരത്തിന് സമരാഭിവാദ്യങ്ങൾ. രാഹുൽ പറയുന്നില്ല, ഒന്ന് രണ്ട് വാക്കുകളുടെ പ്രയോഗങ്ങളോട് എനിക്ക് വിയോജിപ്പുണ്ട്. ഡിക്റ്റേറ്റർ, ഫാസിസത്തിലെ വാക്കുകളോട് യോജിക്കുന്നില്ല. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന ലാർജർ പോയിന്റ് കറക്റ്റാണ്. ഇനി അത് ശ്രീ രാഹുൽ ഗാന്ധിയുടെ റോളും പ്രസക്തമാണ്. കാര്യം രാഹുൽ ഗാന്ധി ആ നിമിഷം അങ്ങനെ ഒരു ഇന്റർവെൻഷൻ ചെയ്തു. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയുടെ വീട്ടിന് മുമ്പിൽ പോയി ആ സമരം ചെയ്തു. അത് പ്രധാനമന്ത്രി ആരും പ്രതീക്ഷിച്ചില്ല. നമ്മുടെ ഇന്റലിജൻസ് സംവിധാനങ്ങളെല്ലാം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. ആ മുഖത്ത് ചോര ഒലിപ്പിച്ച് നിൽക്കുന്ന രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ പ്രതിപക്ഷ ഐക്യത്തിന്റെ വലിയൊരു കൺസോൾട്ടേഷൻ പോയിന്റ് ആയി, റാലിയിങ് പോയിന്റ് ഒക്കെ ആയി. ഇതിന്റെ പ്രാധാന്യം പക്ഷേ സോനം വാങ്ചുക്കിന്റെ ഭാര്യയ്ക്ക് ആ അർത്ഥത്തിൽ പൊളിറ്റിക്കലി മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പക്ഷെ രാജ്യത്തെ പ്രതിപക്ഷ ഐക്യം രാഹുൽ ഗാന്ധി എന്ന ലൈറ്റ്നിങ് റോഡിലേക്ക് സമാഹരിച്ചാൽ അത് മോദിജിക്ക് ഭയങ്കരമായിട്ട് അടിയാവുമെന്ന കാര്യത്തിൽ സംശയമില്ല. അടുത്ത ദിവസം നമ്മുടെ ഗാന്ധിജി വെടിയേറ്റ് മരിച്ച ബിർള ഹൗസിന് സമീപത്തേക്ക് പ്രതിപക്ഷ നേതാക്കളെല്ലാം പോവുകയായിരുന്നു. ഇനി ഉത്തർപ്രദേശ് ഇലക്ഷൻ വരുന്നു. ഉണ്ട് BJPക്ക് നഷ്ടപ്പെടാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന്റെ പൊളിറ്റിക്സ് ഉണ്ട്. അപ്പം സോനം വാങ്ചുക്കിനും അഭിജിത് ദീപ്കയ്ക്കും രാഹുൽ ഗാന്ധിക്കും എല്ലാം ഒരു കളക്റ്റീവ് ഫോഴ്സ് കാരണമാണ്. കാര്യം ആദ്യ 17 ദിവസം ഇവരുടെ സമരത്തെ, സോനം വാങ്ചുക്കിന്റെ അഭിജിത് ദീപ്കയുടെ സമരത്തെ ആരും ശ്രദ്ധിച്ചു പോലുമില്ല. പക്ഷെ പിന്നീടാണ് ആ 20-ാം തീയതിത്തെ അതിക്രമത്തിന് ശേഷമാണ് ഈ നാട് ഉണർന്നത്. കാര്യം നമ്മുടെ പിള്ളേരെ, ഈ നാടിന്റെ യുവത്വത്തെ എങ്ങനെ തല്ലരുതെന്നുള്ളത് കൊണ്ടാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ 98% കാര്യങ്ങളോട് യോജിപ്പാണ്. മനോഹരമായി പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ നരേന്ദ്രമോദിജിയെ റോസ്റ്റ് ചെയ്യാനും രാഹുൽ ഗാന്ധിയെ ബൂസ്റ്റ് ചെയ്യാനും ഇനിയും കോൺഗ്രസിൽ നിന്ന് അത് വേണ്ട രീതിയിൽ ഹൈലൈറ്റ് ചെയ്യാനുള്ള ആൾക്കാർ വരേണ്ടിയിരിക്കും.